ബൈജു, അങ്ങനെയാണെങ്കിൽ ഡ്രോണിന്റെ വിവരങ്ങളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ വിവരം കിട്ടും എന്നുള്ള ചില സൂചനകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കാറ്റ് ശക്തമാകുകയാണെങ്കിൽ ഡ്രോണിന്റെ പരിശോധനയ്ക്കും അതൊരു വെല്ലുവിളിയാകും എന്നുള്ളൊരു വിഷയമൊക്കെയുണ്ട്. ജലനിരപ്പിന് മുകളിൽ ഡ്രോണിന്റെ ഒരു പരിശോധന അത് ഏത് ഘട്ടത്തിലെത്തി? അത് എത്ര സമയത്തിനുള്ളിൽ ഒരു ഏകദേശ ചിത്രം ലഭ്യമാകും എന്നാണ് അറിയാൻ കഴിയുന്നത്? അപർണ, 1 മണിക്കൂർ ഏകദേശം പിന്നിട്ടിരിക്കുന്നു ഡ്രോണിന്റെ ദൗത്യം. എന്തായാലും 2 മണി 2:30 കൂടി ഒരു വിവരം കിട്ടുമെന്നാണ് നമുക്ക് നേരത്തെ മനസ്സിലാക്കി. എന്നാലും 3 മണിക്കകം തന്നെ ഈ ഡ്രോണിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഇതിലേറ്റവും നമ്മൾ കാത്തിരിക്കുന്നത് ഈ ലോറിയിൽ ഉള്ള കൃത്യമായ സ്ഥലം, അതിനകത്ത് ഏത് തരത്തിലാണിപ്പോൾ അർജുനുള്ളത്, ആ വിവരം എന്തായാലും ഉടനെ തന്നെ നമുക്ക് ലഭിക്കും. ആ വിവരത്തിനായി തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. നിലവിൽ മഴ ഈ സമയങ്ങളിൽ ഡ്രോൺ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഇതുവരെ കാലാവസ്ഥയിൽ മഴ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ കാറ്റോ അത്തരത്തിലുള്ള ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇതേ കാലാവസ്ഥ ഇനി ഒരു അരമണിക്കൂർ കൂടി കിട്ടിയാൽ ഡ്രോൺ അതിന്റെ ദൗത്യം പൂർത്തിയാക്കി കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപർണ, ബൈജു, ഇപ്പോൾ 2 വിഷയം. ഒന്ന്, തടി ഒഴുകിയത് അത് അർജുന്റെ ലോറിയിലെ തടിയാണോ എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ തടികൾ ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ലോറി അവിടെ നിന്ന് തെന്നി മാറാനുള്ള ഒരു സാധ്യത. അപ്പോൾ അവിടെ ഒരു സംശയം. അത് പക്ഷെ സ്ഥിരീകരിക്കട്ടെ. അതിനൊപ്പം തന്നെ ഈ ലോറിയിലേക്ക് എത്താനുള്ള മുങ്ങൽ വിദഗ്ധരുടെ മുന്നിലുള്ള വെല്ലുവിളി, അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം. സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ നദിയിലുണ്ടോ? ആ തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ ഈ ഡ്രോൺ പരിശോധനയ്ക്കൊപ്പം? അപർണ, മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം വലിയ തോതിലുള്ള കുത്തൊഴുക്ക് ഈ പുഴയിലുണ്ട്, അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രോണുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഒപ്പം പുഴയിലുള്ള ചെറിയ തോതിലുള്ള തെരച്ചിലുണ്ട്. ഇനി ഏറ്റവും നിർണായകം ഈ ഡ്രോൺ പരിശോധന തന്നെയാണ്. അതിനുശേഷമായിരിക്കും മുങ്ങൽ വിദഗ്ധരൊക്കെ കൃത്യമായ സ്ഥലം മനസ്സിലാക്കി അവിടെ പരിശോധന നടത്തുകയും ഇത്തരത്തിൽ അർജുനിലെത്താനുള്ള സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുക. ഏതായാലും ഇപ്പോൾ ഡ്രോണിന്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. എന്തായാലും അത് തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപർണ, റൈറ്റ് ബൈജു, അപ്പോൾ ഡ്രോണിന്റെ പരിശോധനയിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം, അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ IBOD ആണ് പരിശോധിക്കുന്നത്. വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒബ്ജക്ട് ഡിറ്റക്ടർ കൂടിയാണ്. 1 മണിക്കൂറായി പരിശോധന നടക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ബൈജു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 മണിക്കുള്ളിൽ ഈ ആദ്യ ഇമേജ് നമുക്ക് ലഭ്യമാകും. നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 മീറ്റർ എന്നുള്ളത് 15 മീറ്റർ വരെ പോയിരിക്കുന്നു. പക്ഷേ ഇത് 2.4 കിലോമീറ്റർ ദൂരത്തിൽ വരെ പറത്താവുന്ന ഒരു ഡ്രോണ്. മണ്ണിൽ 20 മീറ്റർ താഴ്ചയിലുള്ള പരിശോധന നടത്താൻ കഴിയും. വെള്ളത്തിലാണെങ്കിൽ അതിൽ കൂടുതലാണ്. 70 മീറ്റർ ആഴത്തിലും പരിശോധന നടത്താൻ കഴിയുന്ന IBOD. മഞ്ഞാണെങ്കിലും വെള്ളമാണെങ്കിലും പാറയാണെങ്കിലും മരുഭൂമിയാണെങ്കിലും എല്ലാം തിരച്ചിലിന് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഡിറ്റക്ടർ കൂടിയാണ്. സേനയുടെ പ്രത്യേക അനുമതി കിട്ടിയ ശേഷം നോയിഡയിൽ നിന്നാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ ഇത് പ്രവർത്തിപ്പിക്കുന്നത് തന്നെ ഇത് കൃത്യമായിട്ട് പരിശീലനം കിട്ടിയിട്ടുള്ള സൈനികരാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് മുൻപ് ഉപയോഗിച്ചിരിക്കുന്നത് മിന്നൽ പ്രളയമുണ്ടായ സമയങ്ങളിൽ IBODയുടെ സഹായം തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിമപാതങ്ങൾ ഉണ്ടായ സമയങ്ങളിൽ IBODയുടെ സഹായം തേടിയിട്ടുണ്ട്. ഈ മണ്ണിന്റെ അടിയിൽ മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അറിയാനാകും ഈ പരിശോധന വഴി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധനയിലും വളരെ സഹായകമാകുന്ന ഡിറ്റക്ടർ തന്നെയാണ്. മൈൻ കണ്ടെത്താനടക്കം IED മൈനും ഒക്കെ കണ്ടെത്താനടക്കം ഉപയോഗിക്കുന്ന, അതായത് യുദ്ധമുഖത്ത് അത്തരം സന്ദർഭങ്ങളിൽ സൈനികർക്ക് സഹായമാകുന്ന ഡിറ്റക്ടറാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏറെ ശക്തമായിട്ടുള്ള പങ്ക് വഹിക്കാനാകും എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേക അനുമതി കിട്ടിക്കൊണ്ട് തന്നെ കേന്ദ്രം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് കാലാവസ്ഥയിലും നമുക്കറിയുന്നത് പോലെ തന്നെ ഗംഗാവലി പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലുള്ള അടിയൊഴുക്ക്, ശക്തമായിട്ടുള്ള അടിയൊഴുക്ക് എത്രത്തോളം താഴ്ചയിലാണ്. 6 നോട്ടിക്കൽ സ്പീഡ് ഉണ്ട് ഏറ്റവും അടിത്തട്ടിൽ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അടിത്തട്ടിലാണോ അതിലും കുത്തൊഴുക്കുണ്ടോ താഴെ എന്ന് പോലും വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം. അതായത് അതിവിദഗ്ധരായിട്ടുള്ള സ്കൂബ ഡൈവേഴ്സിന് പോലും ഈ അടിത്തട്ടിലോട്ട് എങ്ങനെ പോകാൻ കഴിയും എന്നുള്ള ചോദ്യമൊക്കെ അവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ, മേജർ
ജനറൽ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിലുള്ളവർ പോലും ചോദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കൃത്യമായി ഒരു വിഷയം നിൽക്കുന്നു. കനത്ത മഴ, പിന്നെ കാറ്റ്. ഷിരൂരിലെ കാറ്റ് പോലെ ഡ്രോണിന് പൊതുവെ വലിയ വെല്ലുവിളി ഉയർത്തുന്നത് കാറ്റാണ്. പക്ഷേ ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ടർ, അതായത് IBOD എന്ന ഈ സംവിധാനത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാവലിപ്പുഴയുടെ ജലനിരപ്പിന് മുകളിലൂടെ IBOD നടത്തുന്ന പരിശോധന തുടരുന്നു. കഴിഞ്ഞ 1 മണിക്കൂറായി നടത്തുന്ന പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കനത്ത മഴയാണെങ്കിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയാൽ പോലും ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും, തടസ്സമുണ്ടാവുകയില്ല എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് IBODയെ ആശ്രയിച്ചിരിക്കുന്നത്.